ശരിക്കും മനസ്സ് തട്ടിയൊരു ഉദാഹരണമുണ്ട്. അതായത് ഒരിക്കൽ ഞാൻ കുറച്ച് തിരക്കുള്ള സമയത്ത് കുറച്ച് അതിസാഹസികമായി ഒന്ന് വണ്ടി ഇങ്ങനെ എടുത്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇയാൾ എൻ്റെ പുറകിൽ വന്നിട്ട് എന്നെ കൃത്യമായിട്ട് പറഞ്ഞു, മോനെ ഡ്രൈവിംഗ് ഒരു സംസ്കാരമാണ് എന്ന് എന്നോട് പറഞ്ഞു. അത് ശരിക്കും എൻ്റെ മനസ്സിൽ തട്ടി. കാരണം അത് അയാൾ പറഞ്ഞ വളരെ കൃത്യമാണ്. നമ്മളിപ്പോൾ ഈ സ്റ്റാമ്പേഡിനെ കുറിച്ചും ഈ ആൾക്കൂട്ടത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പം ഞാൻ അത് ഓർക്കുന്നു. കാരണം വെച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ സംസ്കാരം പാലിക്കുന്നുണ്ട്. നമുക്ക് ഓടിക്കാനും പറ്റണം, മറ്റുള്ളവർക്കും ഓടിക്കാൻ പറ്റണം. മറ്റുള്ളവർക്കും സഞ്ചരിക്കാനുള്ളതാണ് റോഡ്, നമുക്കും സഞ്ചരിക്കാനുള്ള റോഡ്. ഇതേ കാര്യം തന്നെ നമ്മൾ ഇത്തരം പരിപാടികളിലും നമ്മൾ ആലോചിക്കണം. എനിക്ക് ഈ പരിപാടി കാണണം, എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും പരിപാടി കാണണം, മുമ്പിലുള്ള ആൾക്കും പുറകിലുള്ള ആൾക്കും ഒക്കെ കാണണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അയാളെ ഒന്ന് കാണിക്കാൻ. ആ ഒരു സംസ്കാരം നമുക്കുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഈ സംഘാടനത്തിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. കുസാറ്റിലെ ഉദാഹരണം അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം നമ്മളെ ഏറ്റവും അടുത്തുണ്ടായൊരു ദുരന്തമാണ് 2023 തോന്നുന്നു അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോളേജിലെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ മാത്രം പരിപാടിയാണ്. അവിടെ എത്രത്തോളം ആളുകൾ വരുമെന്ന് കൃത്യമായൊരു രൂപം ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ അത് ഉണ്ടായില്ല. അതേ തുടർന്നാണ് അവിടെ വലിയ ദുരന്തം ഉണ്ടായത്. ആ ഹാളിൻ്റെ ഒരു കപ്പാസിറ്റിയെക്കുറിച്ചും അതിൻ്റെ ഗേറ്റുകളെക്കുറിച്ചും ഒക്കെ കൃത്യമായൊരു അറിവുണ്ടായിരുന്നെങ്കിൽ, അതിനനുസരിച്ച് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവിടെ ആ പരിപാടി നടത്തുകയും അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുകയും ചെയ്തത്. ബാംഗ്ലൂരിൽ നടന്നത് അതും ഇതുപോലെ തന്നെ ഈ അത്യാവേശമുണ്ടാക്കുന്ന ദുരന്തങ്ങളാണത്. ബാംഗ്ലൂരിൽ റോയൽ ചാലഞ്ചേഴ്സ് ടീം, കാരണം ഈ IPL ചരിത്രത്തിൽ ആദ്യമായി കപ്പ് ലഭിച്ച ഒരു ടീമാണ്. അത്രത്തോളം ആരാധകർ, അപ്പോൾ അത്രയും കാലം കപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും അത്രത്തോളം ആരാധകരുള്ളൊരു ടീമാണിത്. അപ്പം സ്വാഭാവികമായും ആളുകളുടെ തള്ളിച്ച മനസ്സിലാക്കാൻ സംഘാടകർക്ക് അല്ലെങ്കിൽ പോലീസിന് സാധിച്ചില്ല, സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് വലിയ പോരായ്മയാണ്. ഇവിടെയും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഹനാൻ ഷാ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജൻസിക്ക് അപ്പുറമുള്ള പ്രായം കൂടിയ ആളുകൾക്ക് ഒരു പക്ഷേ ഹനാൻ ഷായെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അങ്ങനെ ഒരാളുണ്ടെന്നറിയാം, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണെന്നൊക്കെ അറിയാം എന്ന് മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ഇയാൾ വലിയ ആളുകളെ തടിച്ചു കൂടുന്നൊരു പരിപാടിയല്ല എന്നൊരു പക്ഷേ ആളുകൾ വിചാരിച്ച് കാണാം. ഏതൊരു ഹനാൻ ഷാ, അവൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, 1-2 പാട്ട സിനിമ പാടിയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ആലോചിച്ചൊരു പക്ഷേ അതിന് ഏകദേശം ഇത്രയൊക്കെ ആൾ വരുള്ളൂ എന്നുള്ളൊരു ധാരണ ഒരു പക്ഷേ പോലീസുകാർക്കുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്യേണ്ടത് സംഘാടകരുമായി ഒത്തുചേർന്ന് ഒരു മീറ്റിംഗ് വിളിക്കുകയും എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടിയുടെ സ്വഭാവം, എത്രത്തോളം ആളുകൾ വരും, ഈ പെർമിഷൻ എടുത്തിട്ടുണ്ടാവും. പെർമിഷൻ കൊടുക്കുമ്പോൾ 5000 പേർക്ക് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 4000 പേർക്ക് പെർമിഷനെ പോലീസ് തരുള്ളൂ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് മാത്രം പോരാ, ഇതിൽ കവിഞ്ഞ ആളുകൾ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ ബി നമുക്ക് വേണം. ആ പ്ലാൻ ബി ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കണം. അതിനുവേണ്ടി ഒത്തുചേർന്നൊരു മീറ്റിംഗ് വിളിക്കുകയും ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുകയും വേണം. അതവിടെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘാടകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ജാഗ്രത കുറവിനെക്കുറിച്ചും അതിനെതിരെയും കേസെടുത്തില്ലെങ്കിലും ഒരു ശ്രദ്ധ വേണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഒരു അവനവൻ സ്വയം നിയന്ത്രിക്കുക, ഒപ്പം സംഘാടനത്തിൽ മികച്ച ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കുക. ഇത് മാത്രമേ പരിഹാരമാർഗമുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാമ്പേഡുകൾ ആവർത്തിക്കും.